ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 41. നമ്മൾ ഇന്ന് നോക്കുന്നത് സൂക്തം 17, മണ്ഡലം 1 സൂക്തം 17 മന്ത്രങ്ങളാണ്. ഇതിലെ ദേവതകൾ ഇന്ദ്രനും വരുണനുമാണ്. വരുണൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, എല്ലാ പ്രവർത്തനങ്ങളും രാസപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇല്ലെങ്കിൽ നമ്മളുടെ പ്രവർത്തനങ്ങളെല്ലാം ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പം ഗ്രഹങ്ങളുടെ ഓരോ പ്രത്യേക സ്ഥലത്തെ എത്തുമ്പോഴാണ് അത് നമ്മളുടെ കൺട്രോൾ ചെയ്യുന്നത്. എല്ലാം ചലനാത്മകമാണ്. ഗ്രഹങ്ങളെല്ലാം ഒരു പ്രത്യേക ഓർബിറ്റിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്, വട്ടത്തിലല്ല. അപ്പോൾ ചിലപ്പോൾ ഭൂമിയോട് അടുക്കും, ചിലപ്പോൾ അകലും. അങ്ങനെ ആ തരത്തിൽ ആ ഡിസ്റ്റൻസ് വേരി ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മളിലുള്ള സ്വാധീനങ്ങളെല്ലാം കൂടുന്നുണ്ട്. അപ്പം നമ്മളുടെ ബാഹ്യമായ പ്രവർത്തനങ്ങളെല്ലാം ആ ഭ്രമണപഥവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എല്ലാം ആറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, ആറ്റങ്ങളിലെ ഓർബിറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ആ വരുണന്മാരെ പറ്റിയെല്ലാം കഴിഞ്ഞതിൽ പറഞ്ഞതുകൊണ്ട് നമ്മളിപ്പോൾ നേരെ മന്ത്രത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ മന്ത്രത്തിലേക്ക് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 17-1. ഋഷി മേധാതിഥി കണ്വൻ, ദേവത ഇന്ദ്ര വരുണന്മാർ, ഛന്ദസ് ഗായത്രി. ഇന്ദ്ര വരുണയോരഹം സംഭ്രാജയോരവ ആവൃണേ താനോ മൃളാദ ഈദൃശേ. സമ്രാട്ടുകളായ ഇന്ദ്രനും വരുണനും ഞങ്ങളിൽ കനിഞ്ഞ് ഞങ്ങളെ രക്ഷിക്കണമേ. ഇവിടെ പറയുന്നത് നമ്മുടെ സാമ്രാട്ടുകളാണ് ഇന്ദ്രനും വരുണനും എന്ന് പറയുകയാണ്. നമ്മളെല്ലാം നിയന്ത്രിക്കുന്നത് ഈ ഓർബിറ്റുകളാണ്. വരുണപാശത്താലാണ് നമ്മളെല്ലാം ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഗ്രഹങ്ങളുടെ ആ പ്രത്യേക തരത്തിലുള്ള ഭ്രമണപഥത്തിലെ ചലനമാണ് നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത്. അത് ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ആറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, ആറ്റങ്ങളിലെ ഭ്രമണപഥവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, പീരിയോഡിക് ടേബിളായിട്ട്. എല്ലാ പ്രവർത്തനത്തിലും ഈ ആറ്റങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആറ്റങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും പുറത്തുള്ള ഓർബിറ്റിലെ ഇലക്ട്രോണുകളെയും ഏറ്റവും പുറത്തുള്ള ഓർബിറ്റ് അത് എത്രാമത്തെയാണ് എന്നതിനെല്ലാം ആശ്രയിച്ചിരിക്കുന്നു. അത് നമ്മൾ കഴിഞ്ഞതിൽ കണ്ടു. അതുകൊണ്ട് നമ്മുടെ എല്ലാ കർമ്മങ്ങളുടെയും സാമ്രാട്ടുകൾ ആരാണ്? ഇന്ദ്രനും വരുണനുമാണ്. അവരോട് നമ്മൾ രക്ഷയാചിക്കുന്നു. നമ്മുടെ എല്ലാം സക്സസ്, വിജയം എല്ലാം അതിലാണ് കിടക്കുന്നത്. കാരണം നമ്മളെന്തോ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ആ രാസപ്രവർത്തനത്തിന് അനുസരിച്ചാണെങ്കിൽ അത് പ്രൊഡക്റ്റായി മാറുകയുള്ളൂ. അല്ലാതെ തോന്നുമാതിരി ചെയ്താലൊന്നും നടക്കില്ല. ഇതിനകത്ത് ശരിയായ ഒരു ചോറ് വെക്കുന്നതിന് പോലും ശരിയായ ടെമ്പറേച്ചർ, ശരിയായ അളവിൽ വെള്ളം ഇതെല്ലാം ഉണ്ടെങ്കിലേ അത് ശരിയായ തരത്തിൽ ചോറായി മാറുകയുള്ളൂ. ഇപ്പം ചായ ഉണ്ടാക്കേണ്ടിക്കുന്ന വെള്ളം 100 ഡിഗ്രി തിളച്ചാൽ മാത്രം ഇട്ടാലേ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ രക്ഷ അതിലാണ് കിടക്കുന്നത്. അപ്പോൾ ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ അകത്തും രാസപ്രവർത്തനങ്ങൾ തന്നെയാണ് പൊട്ടിത്തെറിച്ചിട്ട് ശത്രുവിനെ നശിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ രക്ഷ അതിലാണ് കിടക്കുക. ഈ രാസപ്രവർത്തനങ്ങളിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് പോലും ഊർജം കിട്ടുന്നതിൽ നിന്നാണ്, ഭക്ഷണത്തിലെ രാസപ്രവർത്തനങ്ങളിലൂടെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ രക്ഷ ഈ ഓർബിറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് രണ്ടുപേരോടും നമ്മുടെ മേല് കനിയണം, ദയ ഉണ്ടാവണേ എന്ന് പറയുകയാണ്. സാധാരണ നിലയിൽ അതിനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ ഓർബിറ്റുകൾ പീരിയോഡിക് ടേബിൾ എന്ന് ആധുനിക സയൻസിൽ പീരിയോഡിക് ടേബിൾ എന്ന് പറയും. അതിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഇനി രണ്ടാമത്തെ മന്ത്രം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 17-2. ഗന്ധാരാഹി സ്തോവസേ ഹവം വിപ്രസ്യമാവത ധർത്താര ചർഷണീനാം. മനുഷ്യരുടെ യജമാനന്മാരായ ഇന്ദ്രനും വരുണനും ബ്രാഹ്മണരുടെ വിളി കേട്ട് ഞങ്ങളുടെ രക്ഷയ്ക്കായി വരേണമേ. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, എല്ലാവരും നിങ്ങളുടെ മനുഷ്യരുടെയല്ലേ യജമാനാണ് അങ്ങ്. ആര്?
ഈ ഇന്ദ്രനും വരുണനും. അതായത് ഓർബിറ്റുകളെ ആശ്രയിച്ചിരിക്കും. പീരിയോഡിക് ടേബിളിനനുസരിച്ചാണ് നമ്മുടെ എല്ലാ കർമ്മങ്ങളുടെയും വിജയം കിടക്കുന്നത്. ആ പീരിയോഡിക് ടേബിളിലെ ആ രസതന്ത്ര തത്വപ്രകാരമോ അല്ലെങ്കിൽ ജ്യോതിഷ തത്വപ്രകാരമോ നമ്മൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ അവിടെ ഏകോപിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഇന്ദ്രനുള്ളത്. അപ്പോൾ ഇത് രണ്ടുപേരും യജമാനന്മാരാണ്. അവരോട് നിശ്ചയമായിട്ടും നമ്മളെ രക്ഷയ്ക്ക് വേണ്ടി വരണേ എന്ന് പറയാണ്. നമ്മളെ രക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോൾ അവരവിടെ വരും. ഇപ്പോൾ ഒരു വാളെടുത്തിട്ട് ശത്രുവിനെ വെട്ടിയാണെങ്കിലും ആ വെട്ടിൽ മുറിയണ്ടിക്കിൽ അവിടെ ആറ്റങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഓർബിറ്റുകളെ കൊണ്ടാണ് ഇങ്ങനെ ബന്ധിപ്പിച്ചത്. കഴിഞ്ഞേര് നമ്മൾ പറഞ്ഞു ഇത് പൊട്ടിയാൽ മാത്രമേ അവിടെ മുറിവുണ്ടാവുകയുള്ളൂ. ഒട്ടൻറ്റിക്കിൽ അത്രയും ഷാർപ്പായ കത്തി ഉപയോഗിച്ചിട്ട് വെട്ടണം. കത്തിക്ക് മുറിച്ചില്ലെങ്കിൽ വെട്ടിയാലൊന്നും മുറിയാൻ പോകുന്നില്ല. അപ്പോൾ അവിടെയുള്ള ചില സയൻസ് തത്വങ്ങളുണ്ട്. ആ മുറിയണ്ടിക്ക് ഒരു പ്രത്യേക ബലം ഉണ്ടെങ്കിലേ ഇത് പൊട്ടുള്ളൂ. അപ്പോൾ അത്രയും അതേസമയം ഹാർഡ് മെറ്റീരിയൽ കൊണ്ടേ സോഫ്റ്റിനെ മുറിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. അല്ലാതെ അപ്പോൾ അവിടെയെല്ലാം തന്നെ നമ്മളെ രക്ഷയ്ക്ക് വേണ്ടി നിശ്ചയമായി വരണേ എന്ന് പറയുകയാണ് നമ്മുടെ വിളി കേട്ടിട്ട് നമ്മൾ വിളിക്കുമ്പോൾ. ഇനി മൂന്നാമത്തെ മന്ത്രം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 17-3. അനുകാമം തർപ്പയേതാം ഇന്ദ്ര വരുണോ രായ താമ്പാം നേദിഷ്ടമീമഹേ. ഇന്ദ്രനും വരുണനും ഞങ്ങൾക്ക് ആവശ്യമുള്ള ധനം നൽകി ഞങ്ങളെ സന്തുഷ്ടരാക്കുന്നു. ഞങ്ങൾ നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നു. ഇവിടെ അവരോട് വന്നിട്ട് നമുക്ക് വേണ്ട ധനേലം നൽകണമെന്ന് പറയുകയാണ്. നമ്മൾ കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയാണ്, എന്തെങ്കിലും ധനം കിട്ടാൻ വേണ്ടിയാണ്. കൃഷി നടത്തിയിട്ട് അതിന് ഉണ്ടായിക്കഴിഞ്ഞാൽ വിൽക്കുകയോ എല്ലാം ഉപയോഗിക്കാം. ഒന്നുമില്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങണ്ട, പൈസ അവിടെ ലാഭമാണ്. അല്ലെങ്കിൽ എന്തെല്ലാം പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നു. അപ്പോൾ എന്ത് കർമ്മത്തിലും നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇന്ദ്രനും വരുണനുമാണ് നമ്മളുടെ കർമ്മത്തിലെല്ലാം പങ്കെടുക്കും. കെമിസ്ട്രി പഠിച്ചവർക്ക് പെട്ടെന്ന് ഈ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവും. അതുകൊണ്ട് എന്ത് പറയുന്നു, നമുക്ക് ധനം നൽകിയിട്ട്. അപ്പോൾ എന്ത് കർമ്മങ്ങളും ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു മൊബൈൽ ഉണ്ടാക്കുമ്പോഴും ആ മൊബൈലിൻ്റെ കവറിൻ്റെ എല്ലാം ഭംഗി അതിലുപയോഗിക്കുന്ന മെറ്റീരിയൽസിനെ ആശ്രയിച്ചിരിക്കുന്നു. അത് പ്രോസസ്സ് ചെയ്തെടുക്കുന്ന അതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇതെല്ലാം രാസപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് ധനം നൽകി നമ്മളെ സന്തോഷിപ്പിക്കണേ. അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ സാമീപ്യം നമ്മൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ നമ്മളെ കൂടെ ഉണ്ടാകണം. നമ്മളെ കൂടെ തന്നെ ഉണ്ട്. നമ്മളെ ശരീരം വർക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ള അഗ്നി വേണം. അഗ്നി വേണ്ടിയിട്ട് ഈ കഴിക്കുന്ന ഭക്ഷണം ദഹിച്ചിട്ട്, ദഹിക്കുക എന്ന് പറയുമ്പോൾ അതിൽ ചില രാസപ്രവർത്തനങ്ങൾ നടന്നിട്ട് അതിൽ നിന്ന് ഊർജം പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് നിലനിർത്താൻ പറ്റുന്നത്. അപ്പോൾ അവിടെയെല്ലാം രാസപ്രവർത്തനത്തിൽ ഈ ഓർബിറ്റുകൾ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഈ ഓർബിറ്റുകൾ പൊട്ടുകയോ കൂടിച്ചേരുകയോ അതിനനുസരിച്ചാണ് എന്ത് പറ്റുന്നത്, ഊർജം റിലീസാകുന്നത്. അപ്പോൾ അവിടെയെല്ലാം നമ്മുടെ കൂടെ തന്നെ എന്തുണ്ട്, ഈ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ഓർബിറ്റുകളും ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷവും അവിടെ ഉണ്ട്. അപ്പോൾ ഇന്ദ്രനും വരുണനും നമ്മുടെ സാമീപ്യം എപ്പോൾ ഉണ്ടാണ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം തന്നെ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ട്. ഇനി നാലാമത്തെ മന്ത്രം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 17-4. യുവാഗുഹി ശജീനാം യുവാഗു സുമദീനാം ഭൂയാമ വാജദാബ്നാം. സൽബുദ്ധിയും ശക്തിയും ലഭിക്കാൻ ഞങ്ങൾ ഇന്ദ്രനെയും വരുണനെയും ആഹ്വാനം ചെയ്യുന്നു. ഞങ്ങളെ നിങ്ങൾ അന്നദാനം ചെയ്യുന്നവരിൽ മുമ്പരാക്കൂ. ഇവിടെ നല്ല ശക്തി ലഭിക്കാനും ബുദ്ധി ലഭിക്കാനും ഞാൻ നിങ്ങളെ സമീപിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് കർമ്മം ചെയ്യേണ്ടെങ്കിലും ആ സയൻസ് തത്വം, അതിൽ എങ്ങനെയെല്ലാം ആറ്റങ്ങൾ പിടിപ്പിച്ചിരിക്കുന്നത്, അതിനെ അനുസരിച്ച് കർമ്മം ചെയ്താൽ മാത്രമേ നമ്മുടെ കർമ്മം വിജയിക്കുള്ളൂ. അപ്പം ജ്ഞാനം നേടണം. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒന്ന് മുറിക്കണം, ഇരുമ്പിനെ മുറിക്കണം എന്ന് നമ്മൾ വിചാരിക്കും. ഒരു ഇരുമ്പ് കഷ്ണമുണ്ട്, നമുക്കൊരു ഇരുമ്പിൻ്റെ കഷ്ണം ഒരു ഷേപ്പിലാക്കി എടുക്കണം എങ്കിൽ എന്ത് വേണം, ജ്ഞാനം വേണം. എന്താണ് ഇരുമ്പ്, ഇരുമ്പിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സ് എന്താണ്, അതെങ്ങനെയാണ് പിടിപ്പിച്ചിരിക്കുന്നത്,
അതിനെ മുറിക്കാൻ അതിനെക്കാട്ടി ഹാർഡായ എന്ത് മെറ്റീരിയലാണ് ഉള്ളത്, ആ മെറ്റീരിയൽ കണ്ടെത്തിയിട്ട് മുറിച്ചാൽ മാത്രമേ ഇരുമ്പിനെ മുറിക്കാൻ പറ്റുകയുള്ളൂ. ഒരു കല്ലിനെ പൊട്ടിക്കണ്ടിക്ക് തന്നെ കല്ലിൻ്റെ അകത്ത് പിടിപ്പിച്ചിരിക്കുന്ന ഈ ബോണ്ടുകൾ പൊട്ടിക്കുന്ന അത്രയും ശക്തി പ്രയോഗിക്കണം. അത്രയും ശക്തി പ്രയോഗിച്ചില്ലെങ്കിൽ കല്ല് പൊട്ടാൻ പോകുന്നില്ല. അപ്പോൾ അതെല്ലാം നമ്മൾ ശാസ്ത്രീയമായി ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിട്ടാണ് ഇതെല്ലാം നമ്മൾ ഈ രസതന്ത്രമെല്ലാം നമ്മളെ സൗകര്യത്തിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്ത് വരികയാണ്, നമുക്കതിനുള്ള നിൻ്റെ ഈ രഹസ്യങ്ങളെല്ലാം വരുണൻ്റെ നിയമങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ള, അതായത് പീരിയോഡിക് ടേബിൾ മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് തരണേ, അതിലൂടെ നമുക്ക് ശക്തി തരണേ. ആ ശക്തി ഉപയോഗിച്ചിട്ട് നമുക്കറിയാം ചില സാധനങ്ങളെല്ലാം കൂട്ടിച്ചേർത്തിട്ട് വെടിമരുന്നുണ്ടാക്കിയിട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ അവിടെ ഭയങ്കരം കത്തി നശിക്കും. ആ ശാസ്ത്രതത്വം മനസ്സിലാക്കിയിട്ടാണ് വെടിമരുന്ന് ഉണ്ടാക്കുന്നത്. ചിലവരെല്ലാം ബോംബെല്ലാം എറിയുന്നില്ലേ, ഈ ബോംബ് എറിയേണ്ടിക്കെന്ന് പറഞ്ഞാൽ ബോംബ് ഉണ്ടാക്കേണ്ട തത്വം അറിഞ്ഞേ പറ്റൂ, അല്ലാതെ മണ്ടന്മാർക്കൊന്നും വേണ്ടിയിട്ട് ബോംബ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യമായി തത്വം പഠിക്കണം. അപ്പോൾ ഒരു എന്ത് കർമ്മം ചെയ്യേണ്ടിക്കും അതിൻ്റെ തത്വം, രസതന്ത്ര തത്വം പഠിക്കണം. അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യണം, നമുക്ക് ബുദ്ധിശക്തി തരണം, അല്ല ബുദ്ധിയും തരണം, ബുദ്ധിശക്തിയും തരണം. പ്രപഞ്ചരഹസ്യങ്ങൾ, പ്രപഞ്ചരഹസ്യം പഠിക്കുക എന്ന് പറഞ്ഞാൽ അടിസ്ഥാന പഠിത്തം കെമിസ്ട്രി തന്നെയാണ്, ആറ്റങ്ങളെ പറ്റിയാണ്. അതിലൂടെ നമുക്കെന്ത് കിട്ടും, ശക്തി ലഭിക്കും, പലതരം പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കും. അപ്പം നിങ്ങളെ അതിനു വേണ്ടിയാണ് നമ്മൾ സമീപിക്കുന്നത്. ഞങ്ങളെ അന്നമുണ്ടാക്കുന്നതിൽ മുൻപന്മാരാക്കണേ എന്ന് പറയുകയാണ്. അതായത് നമ്മൾ അങ്ങനെ എന്തെങ്കിലും ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ നമ്മൾ പുതിയ പുതിയ സാധനങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കും. കൃത്രിമമായിട്ട് ടീൻ തെങ്ങെല്ലാം ഉണ്ടാക്കുന്നില്ലേ, അതെല്ലാം അതിൻ്റെ ജനിതക ഘടന പഠിച്ചിട്ടാണ്. ജനിതക ഘടന ഏതിലൂടെയാണ്, ആറ്റങ്ങളിലൂടെയാണ്. ആറ്റങ്ങൾ എങ്ങനെയാണ് പിടിപ്പിച്ചിരിക്കുന്നത്, ഈ ഓർബിറ്റുകളിലൂടെയാണ്. അപ്പോൾ ആ ജനിതക ഘടനയെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ആ ഇന്നേരത്തിൽ അതിനൊന്ന് മാറ്റി പിടിപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കായ്ക്കുന്ന തെങ്ങുണ്ടാവും എന്നെല്ലാം മനസ്സിലാക്കുന്നത്. അതെല്ലാം രസതന്ത്രത്തിലൂടെ തന്നെയാണ്. അതിൻ്റെ ജനിതഘടന എന്നെല്ലാം പറയുമ്പോൾ ആറ്റങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് അന്നം നേടാനുള്ള വഴികളെല്ലാം ഉണ്ടാക്കിത്തരണം. ഇനി 5ാമത്തെ മന്ത്രത്തിൽ ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 17-5 ഇന്ദ്രസഹസ്രധാവ്നാം വരുണ സംസ്യാനാം ക്രതുർഭവത്യുത്കഥ്യാം. ഇന്ദ്രൻ ധനദാതാക്കളിൽ ശ്രേഷ്ഠനാണ്, വരുണൻ സ്തുതികൾ സ്വീകരിക്കുന്നവരിൽ ശ്രേഷ്ഠനാണ്. ഇവിടെ പറയുന്നത് നൂറുകണക്കിനല്ലേ ആയിരക്കണക്കിന് ധനം നൽകുന്നവരിൽ നമുക്ക് പലവരും ധനം നൽകുന്നുണ്ട്. കാരണം വെള്ളം നമുക്ക് ദാഹിക്കുമ്പം വെള്ളം വേണം. വെള്ളമാണ് ദേവതകൾ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ദേവതകളാണ്. അപ്പം ദാഹിക്കുമ്പോൾ വെള്ളമാണ് ദേവത, വെള്ളമാണ് നമ്മളെ രക്ഷിക്കുന്നത്. അല്ല ധനം നൽകണം എന്ന് വെച്ചാൽ വെള്ളം കുപ്പിയിലാക്കിയിട്ട് വിറ്റാലും പൈസ കിട്ടും ഇന്ന് ഇക്കാലത്ത്. ഇതെല്ലാം ധനം നൽകുന്ന, പക്ഷെ അതിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണെന്ന് പറയുകയാണ് ഈ ഇന്ദ്രനും വരുണനുമാണ്. കാരണം നമ്മളിപ്പോൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭക്ഷണം വിശക്കുമ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അത് ശരീരത്തെ പിടിക്കണ്ടിക്കായി ചില രാസപ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. രാസപ്രവർത്തനങ്ങളെല്ലാം ഓർബിറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൽ ഇലക്ട്രോണുകളാണ് പങ്കെടുക്കുന്നത്. ആ ഓർബിറ്റാണ് തീരുമാനിക്കുന്നത്. അത് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അവിടെ അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ. ആ സയൻസ് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രേരക ശക്തി, ഓർബിറ്റിലെ പ്രേരക ശക്തിയാണ് കൂടിച്ചേരാനും വേർപെടാനും എല്ലാം പ്രേരിപ്പിക്കുന്നത്. പുതിയ വസ്തുവായിട്ട് മാറാനും അതിലൂടെ ഊർജം റിലീസ് ചെയ്യാനെല്ലാം സഹായിക്കുന്നത് ആ ഓർബിറ്റിലുള്ള പ്രേരക ശക്തി, അതാണ് വരുണൻ. ഇതിനെയെല്ലാം ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ. അപ്പോൾ ഇവരുണ്ടെങ്കിൽ എന്തുണ്ടായാലും ഇവരുണ്ടെങ്കിൽ നമുക്കെന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. കല്ല് തന്നെ നമുക്ക് വീട് കെട്ടണമെങ്കിൽ കല്ല് ദേവതയാണ്, നമുക്ക് വീട് കെട്ടാൻ ഉപയോഗിക്കാം. പക്ഷേ ആ കല്ല് കെട്ടണ്ടിക്കിൽ തന്നെ അവിടെ ചില കർമ്മങ്ങൾ ചെയ്യണം. കല്ലെടുക്കണം, എടുക്കണ്ടിക്കിൽ നമ്മളെ കൈക്ക് ശക്തി വേണം. ശക്തി വേണ്ടിക്കൽ അതിൻ്റെ അകത്ത് എന്ത് വേണം, ചില രാസപ്രവർത്തനം ഭക്ഷണമെല്ലാം ദഹിച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഊർജം വന്നാലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ എന്ത് കർമ്മം ചെയ്യേണ്ടെങ്കിലും അവിടെയല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ദ്രനും, ദേവതകളിൽ ഇന്ദ്രനും ഈ വരുണനുമാണ്. അതുകൊണ്ട് സ്തുതികൾ സ്വീകരിക്കുന്നതിൽ വരുണൻ ശ്രേഷ്ഠനാകുന്നു. അപ്പോൾ വരുണൻ ശ്രേഷ്ഠനാണ്. എങ്ങനെ സ്തുതികൾ സ്വീകരിക്കുന്നത്? സ്തുതി എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ, അല്ലെങ്കിൽ സയൻസ് തത്വങ്ങൾ, സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് ആൻഡ് ടെക്നോളജി ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് രാസപ്രവർത്തനങ്ങളിലൂടെ പുതിയ വസ്തു ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വരുണൻ അതിൽ പങ്കെടുക്കും. നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ട് വെള്ളമാകണ്ടെങ്കിൽ വെറുതെ ഹൈഡ്രജൻ ഓക്സിജൻ അവിടെ വെച്ചാൽ വെള്ളമാകില്ല. അപ്പോൾ എന്ത് വേണം? അവിടെ സയൻസ് ഉപയോഗിക്കണം, സ്തുതികൾ ഉപയോഗിക്കണം, വേദസ്തുതികൾ, അല്ലെങ്കിൽ ആധുനിക സയൻസിലെ കെമിസ്ട്രിയിലെ തത്വം ഉപയോഗിക്കണം. അപ്പം തത്വം ഉപയോഗിക്കുമ്പോൾ വരുണൻ തയ്യാറാകും. എന്ത് ചെയ്യും? ഹൈഡ്രജനെല്ലാം പൊട്ടിച്ച് ഓക്സിജനെയും പൊട്ടിച്ച്, ഈ രണ്ടെണ്ണമാണല്ലോ, ഓരോന്നാക്കിയിട്ട് പിന്നെ H2O എന്ന് പറഞ്ഞ് കൂട്ടിച്ചേർത്ത് എടുക്കും. അപ്പോൾ ഇതിൽ വരുണനാണ്. വരുണൻ സ്തോത്രത്തിൻ്റെ അടിസ്ഥാനത്തിലേ പ്രവർത്തിക്കുകയുള്ളൂ. ഈ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുകയാണ് ഇന്ദ്രൻ ചെയ്യുന്നത്. ഇനി 6ാമത്തെ മന്ത്രം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 17-6. തയോരിതവസ വയം സനേമ നിച ധീമഹി സ്യാദുത പ്രരേചനം. ഇന്ദ്രന്റെയും വരുണന്റെയും സഹായത്താൽ ലഭിച്ച ധനം ഞങ്ങൾക്ക് ഉപഭോഗം ചെയ്യാൻ ഇടവരുത്തണം. ഇതിനെ പ്രചുരമായ പരിമാണത്തിൽ സഞ്ചിതമാക്കണം. എന്നിട്ട് എന്ത് പറയാണ്? നിങ്ങളുടെ ഈ സഹായത്താൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ധനം ലഭിക്കണേ. അപ്പം അങ്ങനെയാണ് ലോകം പുരോഗമിക്കുന്നത്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുണ്ട്. കണ്ടുപിടുത്തത്തിൻ്റെ പിന്നിലെല്ലാം സയൻസാണ് ഉണ്ട്. ഈ ICയിൽ തന്നെ കെമിസ്ട്രിയാണ് വരുന്നത്. അതിൻ്റെ അകത്തുള്ള ആറ്റങ്ങളുടെ എല്ലാം മാറ്റം വരുത്തിക്കൊണ്ട്, ആറ്റങ്ങളിലല്ല, അതിൻ്റെ അകത്തുള്ള കാർബണെല്ലാം ചില ആറ്റങ്ങളിൽ ചേർത്ത്, കാർബണിൻ്റെ എല്ലാം ഇടക്ക് വേറെ ചിലതെല്ലാം ചേർത്തിട്ടാണ് ICL ഉണ്ടാക്കുന്നത്. നല്ല രസതന്ത്രവുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. ആ ഓർബിറ്റുകളെല്ലാം അതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ധനം ലഭിക്കുമ്പോൾ ഈ ധനം എന്തിനു വേണം? നമ്മുടെ പരിണാമത്തിന്, ഈ പരിമാണത്തിന് ഈ പരിണാമ സിദ്ധാന്തമുണ്ട്. അതുപോലെ നമ്മൾ പുരോഗതിയിലേക്ക് കുതിച്ചു പോകുന്നതിന് ഈ പണം നമ്മളെ സഹായിക്കണേ എന്ന് പറയുകയാണ്. നമ്മൾ പുരോഗമിച്ച് നമ്മുടെ മാറ്റത്തിന്, ആ രാസപ്രവർത്തനം നമ്മളെ മാറ്റം. ഇപ്പോൾ ഭക്ഷണം തന്നെ ശാസ്ത്രീയമായ ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമ്മളെന്താകും? എല്ലാം രസതന്ത്രപരമായിട്ടെല്ലാം ചിന്തിച്ചിട്ട് വേണ്ട വൈറ്റമിനും എല്ലാം കൃത്യ അളവിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല ആരോഗ്യവാന്മാരായി വളരും. അപ്പോൾ എല്ലാം തന്നെ ലോക പുരോഗതിക്ക് എല്ലാം ഈ ധനം ഉപയോഗിക്കാൻ പറ്റണം. ഇനി 7ാമത്തെ മന്ത്രം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 17-7. ഇന്ദ്രാ വരുണ വാമഹം ഹുവേ ചിത്രായ രാധസേ അസ്മാൻസ്യ ജിഗ്യുഷസ്കൃതം. സമ്പത്തുകൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്ദ്രനെയും വരുണനെയും ആഹ്വാനം ചെയ്യുന്നു. ഞങ്ങൾക്ക് വിജയം വരുത്തണേ. ഇവിടെ പറയാണ് നമുക്ക് പലതരത്തിലുള്ള സമ്പത്ത് നേടാൻ നീ സഹായിക്കണേ. പലതരത്തിലുള്ള സമ്പത്ത് നമുക്ക് നേടുന്നുണ്ട്. എന്തെല്ലാം ചിലവർ കൃഷി ചെയ്തിട്ട് പുതിയ പുതിയ വളങ്ങൾ, വിത്തുകളെല്ലാം ഉപയോഗിച്ചിട്ട് രസതന്ത്രത്തിൻ്റെ സഹായത്താൽ തന്നെ ഉൽപ്പാദനം കൂട്ടിയിട്ട് വരുമാനം ഉണ്ടാക്കുന്നു. ചിലവർ റബ്ബർ പോരാ എന്ന് പോകുമ്പോൾ കൃത്രിമ റബ്ബർ ഉണ്ടാക്കുന്നു. ഇനി വാഴേൻ്റെ എല്ലാം കൊലയിലെ കായിൻ്റെ എണ്ണം കുറവാണെന്ന് കാണുമ്പോൾ വേറെ ആയിട്ടെല്ലാം ടിഷ്യൂ കൾച്ചറെല്ലാം ചെയ്യുന്ന കണ്ടിട്ടില്ലേ? എല്ലാം ആറ്റങ്ങൾ ചേർത്ത് വെച്ച് മാവ് ഒട്ടിക്കുക എന്ന് പറയുമ്പോൾ ആറ്റങ്ങളെ തമ്മിൽ ചേർത്ത് വെക്കാൻ അതിൻ്റെ ഇടയ്ക്ക് യോജിപ്പിച്ചിട്ടുള്ള സംവിധാനം ആകുമ്പോൾ മാത്രമേ അവ തമ്മിൽ ചേരുകയുള്ളൂ. അപ്പോൾ അതെല്ലാം ആറ്റത്തിൻ്റെ സ്ട്രക്ചറും എല്ലാം സ്റ്റഡി ചെയ്തിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇന്നെല്ലാം തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് മാവിൻ്റെ കമ്പുകളും തമ്മിൽ ചേരും. ചേരുക എന്ന് പറഞ്ഞാൽ ബോണ്ടാണ്. ബോണ്ടിലൂട്ടിയാണത് യോജിക്കുന്നത്. നമ്മളെ എല്ലും എല്ലാം മാറ്റി വെക്കുമ്പോൾ ആ മറ്റ് അനിലും നമ്മളൊരു എല്ല് പൊട്ടിപ്പോയാൽ അതിനനുസരിച്ച് ഒരു മെറ്റീരിയൽ വെക്കും. അല്ലാതെ കമ്പൊന്നും എടുത്ത് വെക്കാൻ പറ്റില്ല. ശരീരം അതുമായിട്ട് മാച്ചാണ്.
അപ്പം അതെല്ലാം നോക്കിയിട്ടുള്ള മെറ്റീരിയൽ എല്ലാം കണ്ടെത്തിയിട്ടാണ് എല്ല് പൊട്ടുമ്പോൾ അതിന് പകരം വേറെ ഇപ്പം പല്ലെല്ലാം വെക്കുന്ന കണ്ടിട്ടില്ലേ. അതിന് ചോദിച്ചാൽ അതിൻ്റെ രസതന്ത്രം പഠിച്ചിട്ട് ഇതെല്ലാം ചെയ്യുന്നത്. ഇതെല്ലാം ആറ്റങ്ങളുമായിട്ടും ഓർബിറ്റുമായിട്ടും ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. വരുണൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാണ്, നമുക്ക് പലതരത്തിലുള്ള സമ്പത്ത് തരണേ എന്ന് പറയുകയാണ്. ഇനി 8ാമത്തെ മന്ത്രം. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 17-8. ഇന്ദ്രാ വരുണാ നോനുവാം സിഷാ സന്ദീഷു ധീഷ്വാ അസ്മഭ്യം ശർമ്മ യച്ഛതം. ഇന്ദ്രനും വരുണനും ഞങ്ങൾക്ക് സ്നേഹഭാവത്തോടുകൂടി അഭയം പ്രദാനം ചെയ്യണമേ. ഇവിടെ ഇന്ദ്രനോടും വരുണനോടും നിങ്ങളെ സ്നേഹത്തോടു കൂടി നമ്മൾ നോക്കണേ എന്ന് പറയുകയാണ്. നമ്മളോട് സ്നേഹം ഉണ്ടാകണം. അതായത് ശാസ്ത്രവും സയൻസ് തത്വങ്ങളും ഈ ഓർബിറ്റുമായിട്ടുള്ള ആ ജ്ഞാനം നേടുന്നതനുസരിച്ചാണ് ലോകത്തിൻ്റെ പുരോഗതി. നമ്മളിന്ന് എന്തെല്ലാം ഭംഗിയുള്ള വസ്ത്രങ്ങളെല്ലാം കളറുകൾ, പലതരം കളറുകൾ വീട്ടിൻ്റെ എല്ലാം ഭംഗി ഉണ്ടാക്കുന്നതിന് കാരണം എന്താണ്? അത്തരം രാസവസ്തുക്കളാണ്. അതെല്ലാം കെമിസ്ട്രിയിലൂടെ ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. അതിലെല്ലാം പങ്കെടുക്കുന്നതിൻ്റെ ഈ വരുണ നിയമം, അതായത് പീരിയോഡിക് ടേബിൾ, ആ പീരിയോഡിക് ടേബിളിലെ ആറ്റങ്ങളുടെ സ്വഭാവങ്ങളെല്ലാം പഠിച്ചുകൊണ്ടാണ് പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നമ്മളോട് സ്നേഹത്തിലിരിക്കണേ എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ അത്രയും ഐക്യമുണ്ടാക്കിയെടുക്കണം. കെമിസ്ട്രി ആയിട്ട് അത്രമാത്രം സ്നേഹത്തിൽ പോയി കഴിഞ്ഞാൽ ലോകത്തിൻ്റെ പുരോഗതി വേഗത്തിൽ നടക്കും. എന്നിട്ട് നമുക്ക് അഭയം നൽകണേ. എല്ലാത്തിനും അഭയം നൽകും. അഭയം നൽകുക എന്ന് പറഞ്ഞാൽ ഏത് പ്രതിബന്ധങ്ങളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും മറികടക്കാൻ നമുക്ക് അത്തരം, ഇപ്പം നമുക്കറിയാമല്ലോ, കൊതുക് കടിക്കുന്നുണ്ടെങ്കിൽ അഭയം നൽകുക. അതിനനുസരിച്ചുള്ള മരുന്നുണ്ടാക്കിയിട്ട് പരത്തി വെച്ച് കഴിഞ്ഞാൽ കൊതുക് വരില്ല, ദൂരെ പോകും. അപ്പോൾ മുഖമെല്ലാം എന്തെങ്കിലും എല്ലാം തണുപ്പ് കൊണ്ട് എന്തെങ്കിലും പറ്റുന്നതിന് നമ്മൾ ക്രീമെല്ലാം വാരി തേക്കുന്നില്ല. അതെല്ലാം രസതന്ത്രത്തിൻ്റെ ഈ രസതന്ത്രം എന്ന് പറയുമ്പോൾ ഓർബിറ്റുമായിട്ട് പീരിയോഡിക് ടേബിൾ, പീരിയഡ് എന്ന് പറയുന്നത് തന്നെയാണ് ഈ ഓർബിറ്റ്. ആ ഓർബിറ്റിലുള്ള ശക്തി വിശേഷം അവിടെ ഒരു സയൻസ് ഉണ്ട്. വെട്ടാക്കാനുള്ള ഒരു തത്വം, അതിനുള്ള ചില തത്വങ്ങളുണ്ട്. അതെല്ലാം വരുണനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി 9ാമത്തെ. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 17-9. പ്രവാമശ്നോതു സുഷ്ടുതിർ ഇന്ദ്രാ വരുണയാം ഹുവേ യാമൃധാതേ സതസ്തുതീം. ഇന്ദ്രനും വരുണനും വേണ്ടി നടത്തുന്ന എൻ്റെ സ്തുതികളെ നിങ്ങൾ പുഷ്ടിപ്പെടുത്തുകയും സ്വീകരിക്കുകയും ചെയ്യണമേ. അവസാനം ഇത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ചില സ്തുതികൾ, അതായത് ശാസ്ത്രം, ടെക്നോളജി നിങ്ങൾക്കായിട്ട് നമ്മൾ സമർപ്പിക്കുകയാണ്. ഇന്ദ്രനാണല്ലോ ഏകോപിപ്പിക്കുന്നത്. അതിന് ചില ശാസ്ത്ര തത്വങ്ങൾ നമ്മൾ അങ്ങ് ഇട്ടുകൊടുക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള വസ്തുക്കളെയെല്ലാം ഈ വരുണൻ എന്ത് ചെയ്യും? ഇപ്പോൾ ഹൈഡ്രജനും ഓക്സിജനെയും കൊടുത്തു. വരുണൻ എന്ത് ചെയ്യും? ആ ഹൈഡ്രജൻ H2 ആണ്, രണ്ടിനെയും വേർപെടുത്തും. ഓക്സിജനെയും വേർപെടുത്തും. എന്നിട്ട് 2 ഹൈഡ്രജനെ ഒരു ഓക്സിജനുമായിട്ട് കൂട്ടിയിട്ട് വെള്ളമാക്കി തരും. പക്ഷെ എന്ത് വേണം? അതിനുള്ള ശാസ്ത്രീയമായ എങ്ങനെയാണത്, എപ്പോഴാണത് യോജിക്കുക, അതിനെന്ത് ചെയ്യണം എന്നുള്ള തത്വം നമ്മൾ പ്രയോഗിച്ചിട്ട് കൊടുത്താൽ വരുണൻ എന്ത് ചെയ്യും? ഇവരെയെല്ലാം പൊട്ടാൻ പ്രേരിപ്പിച്ചിട്ട് വേറൊരു തരത്തിൽ ജോയിൻ ചെയ്താവും. കാരണം എല്ലാം എട്ടാക്കേണ്ട, വരുണൻ്റെ ഉദ്ദേശം എട്ടാക്കലാണ്, ഏറ്റവും പുറത്തിട്ട് ഉണ്ടാക്കണം. ഇപ്പം വേറെ വല്ല വഴിയിലും ചെയ്യാൻ പറ്റുമെങ്കിൽ വരുണൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. വരുണൻ ഈനെ പൊട്ടിച്ചിട്ട് വേറൊരു ഹൈഡ്രജനും ഉള്ളതിൽ ഹൈഡ്രജൻ 2 അതേമാതിരി തന്നെ ക്ലോറിൻ 2 ഉണ്ട്. ക്ലോറിൻ ഇങ്ങനെ യോജിച്ച് കിടക്കുന്നതിനാണെങ്കിൽ നിങ്ങളൊന്ന് പൊട്ടിയിട്ട് ഇപ്പുറത്തെ ഹൈഡ്രജൻ്റെ ഒന്നും ഇപ്പുറത്തെ ക്ലോറിനും ഒന്നും കൂടി ഇങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡായി. വരുണനാലും ചെയ്യും. കാരണം വരുണനെ എട്ടാക്കേണ്ടത് കൊണ്ട് നിങ്ങൾ എങ്ങനെ തന്നു കഴിഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സമീപിക്കുകയാണെങ്കിൽ ഞാനതിനെ പൊട്ടിച്ചിട്ട് ഹൈഡ്രജനും ഓക്സിജനും കൂട്ടി തന്നിട്ട് വെള്ളാക്കി തരും. അപ്പോൾ നിങ്ങൾ നമ്മളുടെ സ്തുതികളെ പുഷ്ടിപ്പെടുത്തണേ. നമ്മളെന്തിനാണ് ശാസ്ത്രം ഉപയോഗിക്കുന്നത്? പുഷ്ടിപ്പെടാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. മനുഷ്യരെ തന്നെ കൃത്രിമമായിട്ട് ആറ്റങ്ങളെ ഉപയോഗിച്ചിട്ട്
ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് എന്ത് വേണം? അവയെ സ്വീകരിക്കുകയും ചെയ്യണം. നമ്മൾ തരുന്ന ശാസ്ത്രതത്വങ്ങൾ സ്വീകരിക്കണം. അല്ലാതെ വരുന്ന ഹൈഡ്രജനും ഓക്സിജനും കൊടുത്തിട്ട് ഒരു കമ്പും വെച്ചിട്ട് ഹൈഡ്രജനും ഓക്സിജനും യോജിച്ചിട്ട് വെള്ളം ഉണ്ടാക്കുന്ന പറഞ്ഞാൽ വരുന്നനാടെ ഉണ്ടായിട്ടിരിക്കുകയുള്ളൂ, ഒരു യുദ്ധം നടക്കാൻ പോകും. അതിനെ തൃപ്തിപ്പെടുത്തണം. ഇങ്ങനെയല്ല നിങ്ങൾ കൂടിച്ചേരുകയാണെങ്കിൽ അത് വെള്ളമായി മാറും. അതിനുള്ള സാഹചര്യങ്ങളും എല്ലാം ഞാൻ ചെയ്തു തരികയാണെന്ന് പറയുകയാണെങ്കിൽ ഇന്ദ്രൻ ആ വരുണൻ തൃപ്തിയാവുകയാണെങ്കിൽ അത് റെഡിയാവും. ശരി, എന്നാൽ പിന്നെ ഹൈഡ്രജൻ ഓക്സിജൻ എല്ലാം മാറ്റിയിട്ട് വെള്ളമായി മാറാം. അപ്പോൾ എല്ലാത്തിനെയും അവിടെയും എട്ടാക്കി കിട്ടും. എല്ലാത്തിനും ആ പ്രശ്നത്തിന് തടസ്സമില്ല. എട്ടാണെന്നേ ഉള്ളൂ വരുന്നത്. ഏറ്റവും പുറത്തെപ്പോഴും എല്ലാ ആറ്റത്തിൻ്റെയും പുറത്ത് എട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് സ്വീകരിക്കുകയും ചെയ്യണം. നമ്മൾ കൊടുക്കുന്ന സയൻസ് സ്വീകാര്യമാണെങ്കിൽ ആര് ചെയ്യും? വരുണനായിന് തയ്യാറാകുമ്പം പിന്നെ ഇന്ദ്രനും എന്ത് ചെയ്യും? ബാക്കിയെല്ലാം കൂട്ടി യോജിപ്പിക്കുന്ന കുറേ പണിയുണ്ടല്ലോ, അതിൽ ഏകോപിപ്പിക്കാൻ ഒരു ശക്തി വേണ്ടേ. ഇന്ദ്രനും അത് ചെയ്തു തരും.